കാലവർഷം ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിലുള്ള വിലക്കും തുടരും. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയോടെ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതിന്റെ സ്വാധീന ഫലമായാണ് കനത്ത മഴ തുടരുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. അതിതീവ്ര മഴ കണക്കിലെടുത്ത മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 6 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. കാലവർഷം കനത്തതോടെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ മന്ത്രി കെ രാജനും നിർദ്ദേശം നൽകി. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചില്ലകളൊടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള പുതുമരങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാണിച്ചുകൊണ്ട് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ശ്രദ്ധയോടെ പരിശോധിച്ച് അത് മാറ്റാനുള്ള നടപടി നടത്തേണ്ടതുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത പുലർത്തണം. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.